ജനങ്ങളിലേക്ക് ഈ പ്രശ്നം എത്തുക, അതിൻ്റെ ഗൗരവം എത്തുക എന്നതിന് അവരെ എന്നെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പിന്നെ മറുപടി പറയുക അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അവരേതൊക്കെ വിഷയത്തിൽ മറുപടി പറയാതിരുന്നുണ്ട്? മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മറുപടി പറയാതെ എത്രയോ കാലം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം വിഷയത്തിൽ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, അദാനിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മറുപടി പറയാതിരിക്കാൻ കഴിയുന്ന പ്രിവിലേജ് ഉള്ള ഒരു പാർട്ടിയും സർക്കാരുമാണ്. അപ്പോൾ ഇത് ഒരു മൂവ്മെൻ്റ് ആക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള എന്തുമാത്രം വലിയ ഒരു സങ്കീർണ്ണ പ്രക്രിയ ആയിരിക്കും ഇന്നത്തെ ഇന്ത്യയിൽ ഞാൻ ചോദിക്കുക ശബരി. അതെ, തീർച്ചയായും മറുപടി രണ്ട് തലത്തിൽ ഞാൻ പറയാം. ഒന്ന്, അവർക്ക് ആ പ്രിവിലേജ് ജനം കൊടുത്തിരുന്ന കാലം കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ലോക്സഭയിലെ പ്രസംഗം. ലോക്സഭ ടിവിയുടെ യൂട്യൂബ് പേജിൽ പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ആ പ്രസംഗത്തിനാണ്. ആ പ്രസംഗം പല മെയിൻ സ്ട്രീം ചാനലുകളും പ്ലേ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു. ഞാൻ ഇന്ന് മെയിൻ സ്ട്രീം മീഡിയയുടെ, നേരത്തെ രാഹുൽ പറഞ്ഞ പല മെയിൻ സ്ട്രീം മീഡിയ, റിപ്പബ്ലിക്കൻ കണ്ടില്ല, ഇന്ത്യ ടുഡേ അടക്കമുള്ള ചാനലുകളിൽ 4 മണിക്കും 5 മണിക്കും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസിനെ കുറിച്ചുള്ള അവരുടെ എന്താ പറയുക, അവർ അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായങ്ങൾ പലതും ഞാനും നിങ്ങളും കേരളത്തിൽ പറയുന്ന പോലെ തന്നെ അഭിപ്രായം പറയുവാനുള്ള ഒരു ചെറിയ ധൈര്യം ഈ വലതുപക്ഷ മാധ്യമങ്ങൾ പോലും കാണിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പറയുന്ന വിഷയങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളത് വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ള ഒരു വിശ്വാസം വെക്കുകയാണ്. പക്ഷേ രണ്ടാമത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംഘടനാ സംവിധാനം കൊണ്ടാണ് താഴേക്ക് പോകേണ്ടത്, മാധ്യമങ്ങളുടെ പരിലാളന കൊണ്ടല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ഒന്നാം ഘട്ടം എന്ന രീതിയിൽ ഈ വിഷയം നടന്നിട്ടുള്ള ബാംഗ്ലൂർ സെൻട്രൽ, മഹാദേവപുര, വൈറ്റ്ഫീൽഡ് മേഖലകളിലൊക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയ സമരമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സന്ദേശം എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും പോവുകയാണ്, ഫോണുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ കാണുന്ന ഒരു വലിയ റിവൈവലിൻ്റെ ഒരു തുടക്കം നാളെ കർണാടകത്തിൽ തുടങ്ങാൻ പോവുകയാണ്. അത് താഴേക്ക് കൃത്യമായി ഈ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റുകളടക്കം, ഈ വിഷയമടക്കമുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് ഉന്നയിച്ചിട്ടുള്ള 50% ടാരിഫ് അടക്കമുള്ള കാര്യങ്ങൾ സാധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള നാട്ടുകാർക്കടക്കമുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ചുമതലയുമായി പാർട്ടി മുന്നോട്ട് പോകുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ BJPക്കുള്ള പ്രിവിലേജ് ഇനി ഇല്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ BJPയുടെ പ്രിവിലേജ് അവസാനിപ്പിക്കാൻ കഴിയുന്ന മൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് എന്തുമാത്രം പോസിബിൾ ആണെന്നുള്ള ക്വസ്റ്റ്യൻ പ്രതിപക്ഷത്തിന് മുമ്പിലുണ്ട്. ശ്രീ സമ്പത്ത്, എൻ്റെ ചോദ്യം അതാണ്. ഇത് കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല, CPMൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളുടെ പ്രശ്നമല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നമാണ്. കാരണം അവർക്ക് ഒരു സർക്കാരിനെ വീഴ്ത്താനുള്ള അധികാരാവകാശമുള്ളവരാണ്. ഒരു സർക്കാരിനെ തുടർച്ച ഉറപ്പാക്കാൻ, ജനപ്രതിനിധികളെ ഇറക്കാൻ, കയറ്റാനൊക്കെയുള്ള പവറാണല്ലോ ജനാധിപത്യത്തിലെ വോട്ടവകാശം. അതിനൊരു വാല്യൂമില്ല എന്ന് മട്ടു വന്നിരിക്കുന്നു. ജനം എന്ത് തീരുമാനിച്ചാലും വേറൊന്നാണ് നടക്കുക, അത് വേറെ തീരുമാനം വേറെ സ്ഥലത്താണ് നടക്കുക എന്ന നില വന്നാൽ അത് ഈ രാജ്യത്തെ വോട്ടവകാശമുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമായിട്ട് മാറുന്നു. ആ നിലയ്ക്കൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സിലേക്ക് അവരെ എത്തിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മൂവ്മെൻറ്റ് സൃഷ്ടിക്കുക, അതാണ് സത്യത്തിൽ ഇനി ആവശ്യം. അല്ലാതെ നിങ്ങളൊക്കെയും പണിയെടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കാനും അധികാരത്തിലെത്താനും വേണ്ടിയാണ്. ഒരു കാര്യവുമില്ല നിങ്ങളുടെ പണി കൊണ്ട് എന്നാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്ത് പണിയെടുത്താലും ഏത് താഴെത്തട്ടിൽ പ്രവർത്തിച്ചാലും അവിടെ കമ്മീഷൻ തീരുമാനിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന മട്ട് വന്നിരിക്കുന്നു ഈ ആരോപണ പ്രകാരമാണെങ്കിൽ. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നമാക്കി അതിനെ മാറ്റുക, അതിനെ അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റമായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ എന്തുമാത്രം നിങ്ങളെപ്പോലൊരു കക്ഷികളെ കൊണ്ട് പോസിബിളാണ് ശ്രീ സമ്പത്ത്? നിഷാദ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ 2 സുഹൃത്തുക്കളും ഇവിടെ പങ്കുവച്ച കാര്യങ്ങൾ, ശ്രീ രാഹുൽ ഈശ്വർ ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയുണ്ടായി.